ഈശോയിൽ സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പുതിയൊരു പ്രഭാതത്തിൻ്റെ, പുതിയൊരു ദിവസത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായം 11-ാം തിരുവചനം. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ ആകും നീ. ദൈവമായ കർത്താവ് ദൈവമക്കളെ എങ്ങനെ നയിക്കുമെന്നും എങ്ങനെ അനുഗ്രഹിക്കുമെന്നും യെശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഇസ്രായേൽ ജനത്തെ മോശയെക്കൊണ്ട് പ്രവാസ ജീവിതകാലത്ത് നയിച്ചത് നമ്മൾ കണ്ടതാണ്. ഹാഗാറിന് മരുഭൂമിയിൽ നീരുറവ സൃഷ്ടിച്ച് അവൾക്കും കുഞ്ഞിനും ജലം നൽകിയത് നമ്മൾ കണ്ടതാണ്. എസെക്കിയേൽ ദീർഘദർശിയിലൂടെ അസ്ഥിയുടെ താഴ്വരെ ഉണങ്ങി വരണ്ടു കിടക്കുന്ന അസ്ഥികളെ വീണ്ടും ജീവനുള്ള മനുഷ്യന്മാരാക്കി മാറ്റുന്നത് നമ്മൾ തിരുവചനത്തിലൂടെ കേൾക്കുന്നതാണ്. ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങനത്തെ വരണ്ട അവസ്ഥകളെ മാറ്റി അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളാക്കി മാറ്റുന്നത് നമ്മൾ അനുഭവിച്ചവരാണ്. എന്നിട്ടും കർത്താവ് പറയുകയാണ്, നിന്നെ ഒരു പൂന്തോട്ടം പോലെ ഞാൻ സംരക്ഷിക്കും. നമുക്കറിയാം, ഒരു പൂന്തോട്ടത്തിലേക്കാണ് ധാരാളം ചിത്രശലഭങ്ങളും പക്ഷികളും ഒക്കെ കടന്നു വരുന്നത്. സന്തോഷമാണ് എല്ലാവർക്കും. ഒരു പൂ കാണുമ്പോൾ അവൻ്റെ മനസ്സിലെ വിഷമം മാറി അവൻ സന്തോഷഭരിതനാവും. അങ്ങനെ നിങ്ങളെ ഓരോരുത്തരെയും മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാകുന്ന വ്യക്തികളാക്കി ഞാൻ മാറ്റും. അവസാനമായിട്ട് കർത്താവ് പറയാണ്, നിന്നെ ഒരിക്കലും വറ്റാത്ത നീരുറവയാക്കി മാറ്റും. നമുക്കറിയാം, ഒരു കിണർ കുഴിക്കുമ്പോൾ അതിൽ ധാരാളം ഉറവ പൊട്ടിയിട്ടാണ് ആ കിണറ്റിൽ ജലമുണ്ടാകുന്നത്. ആയിരക്കണക്കിന് നീരുറവകളിൽ നിന്നാണ് ഒരു നദി ഉണ്ടാകുന്നത്. അതേപോലെ ഒരിക്കലും വറ്റാത്ത ഒരു നീരുറവയായി നിന്നെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് കർത്താവ് പറയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ തിരുവചനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമായി മാറുവാനും നിങ്ങൾക്ക് സമൃദ്ധമായിട്ട് ദൈവാനുഗ്രഹം ലഭിക്കുവാനും ഒരിക്കലും വറ്റാത്ത ഒരു നീരുറവ പോലെ നിങ്ങളെ ദൈവം മാറ്റുന്നതിനും ഈ നിമിഷം താഴ്മയായി ദൈവത്തിൻ്റെ മുന്നിൽ ഞാൻ കരങ്ങൾ അർപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.